സെയിൻ വേൾഡിന്റെ നാച്ചുറൽ വ്ളോഗിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായി വാങ്ങിച്ച കുറച്ച് ചെടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വയനാട് കാർഷിക ഗവേഷണ കോളേജിൽ നിന്നും വാങ്ങിച്ച പ്ലാന്റുകളാണ് ഇതൊക്കെ. ഭയങ്കര ഭംഗിയുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം കണ്ടില്ലേ, നല്ല ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ലീഫുകളും അതിൽ വൈറ്റ് കളർ കൊണ്ട് ഡോട്ടുകളുമാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. നല്ല ഭംഗിയുള്ള ലീഫാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള ലീഫാണ്. ചട്ടി നിറയെ പടർന്നു നിൽക്കുന്ന ഒരു ചെടിയാണിത്. പേര് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഇനി ഞാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു മനോഹരിയായ പൂവിനെയാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റ് കാണാൻ. നല്ല കോസ്റ്റ്ലി ആയ പ്ലാന്റും ആണ് കേട്ടോ. പേരൊക്കെ അവിടെ നിന്ന് തന്നെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അജേലിയ എന്ന പ്ലാന്റ് ആണിത്. ഇത് നമ്മൾ വയനാട് പോകുന്ന വഴി ഒരു നഴ്സറിയിൽ നിന്നും കിട്ടിയതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവർ പലതരത്തിലുണ്ടായിരുന്നു. പക്ഷെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലാന്റ് മാത്രമാണ് വാങ്ങിച്ചത്. നല്ല കട്ടിയില്ലാത്ത നല്ല ഭംഗിയുള്ള ലീഫുകളും ഇതിനുണ്ട്. നല്ല വെയിലിലാണ് ഈ ഒരു പ്ലാന്റ് അവര് വെച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ഒരു കളറിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉള്ളത്. പല തരത്തിലുള്ള ഫ്ലവറുകൾ, തട്ടുകളായിട്ടുള്ള ഫ്ലവറുകളൊക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റിൽ. ഇനിയും ഓരോരോ പ്ലാന്റ് എനിക്ക് സ്വന്തമാക്കണം. ഓരോ സമയത്ത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ നിന്നും പോകുന്നത്. കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇനി മറ്റൊരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. മിക്കിനോസ് എന്നാണ് കേട്ടോ ഇതിന്റെ നെയിം വരുന്നത്. മിക്കിനോസിന്റെ പോലെ തന്നെയാണ് ഈ ഒരു ഫ്ലവർ നമ്മൾ വിരിഞ്ഞു നിൽക്കുന്നത്. കണ്ടാലും അതേ ഒരു ടൈപ്പ് ഫ്ലവറാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളർ വരുന്നുണ്ട് ഫ്ലവറിൽ. ഇത് 2 പ്ലാന്റ് വാങ്ങി ഞാനൊരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിടിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഗാർഡനിലെ പുതിയ വ്യക്തിയായിട്ട് ഈ ഒരു പ്ലാന്റും കടന്നുകൂടി കഴിഞ്ഞിട്ടുണ്ട്. പുതുതായി നട്ടത് കൊണ്ട് തന്നെ ഇലകളൊക്കെ ചിലത് പഴുത്ത് വീഴുന്നുണ്ട്. ഇനി ഹെൽത്തി ആയി വന്നിട്ട് വേണം. ഈ ഒരു പ്ലാന്റും നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് സെറ്റ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ തട്ടുമ്പോഴാണ് ഇതിന് ഫ്ലവറൊക്കെ വരുന്നത്. ഇനി മറ്റൊരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയില്ല, നല്ല ഇലകളൊക്കെ ആയി നല്ലൊരു വ്യത്യാസമുള്ള ലീഫുകളൊക്കെ ഉള്ളൊരു ചെടിയാണ്. ഇതിന്റെ നെയിമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഒരു തണ്ടായിട്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. എന്നിട്ട് നല്ല അംബ്രല പോലെ വിരിഞ്ഞ് നല്ല ചില്ലകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൈവിരലുകൾ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഈ ചെടി കാണാനും നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ തട്ടുന്ന ഭാഗത്ത് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി രാവിലത്തെ ക്ലീനിങ്ങിന്റെ തിരക്കിലാട്ടോ. പ്ലാന്റിന്റെ ക്ലീനിങ് ആണ്. പ്ലാന്റിന്റെ പഴുത്ത ഇലകള് അതുപോലെ അഴുക്കുകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി മുറ്റം ക്ലീൻ ആക്കുന്ന മുമ്പ് ഇതുപോലെ ചെയ്തു കൊടുക്കും. കണ്ടില്ലേ, ഫ്ലവറൊക്കെ വാടി വീണതും അതുപോലെ ഇലകൾ കരിഞ്ഞതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്താൽ ആ ചെടിയെ കാണാൻ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. എല്ലാ ചെടിയിലും ഉണ്ടാവും ഒന്നാമത്തെ പൂക്കൾ വാടിയതും കൊഴിഞ്ഞതും ഒക്കെ. എല്ലാം വൃത്തിയാക്കിയാൽ ഡെയിലി നമ്മളെ മക്കളെ പോലെ തന്നെ നമ്മളെ പ്ലാന്റുകളും ഹെൽത്തി ആയിരിക്കും. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. കോളിയോസ് പ്ലാന്റിന്റെ മുകളിൽ ഇത് കണ്ടില്ലേ, നല്ല ഒരു പ്രാണി പച്ച കളറായിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. വലുതും ചെറുതും ഒക്കെ ഉണ്ട് ഇതിൽ വന്നിരിക്കുന്നു. അതിൻ്റെ ഇലകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ ചെടിയിലുള്ള ചീത്തയായ ഇലകളും നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഇത് ബിഗോണിയയിലെ പൂവാണ് കേട്ടോ. എൻ്റെ അടുത്തൊരു 3-4 തരം ബിഗോണിയ ഉണ്ട്. ഏഞ്ചൽ വിങ് ബിഗോണിയാണ്. എന്നാൽ ഗ്രീൻ കളർ ലീഫിൽ ഡോട്ടുകൾ ഉള്ളതായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ പ്ലാന്റ് ആണ്.
അരേലിയ, അസ്ഡക് ഗ്രാസ് എന്നിങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് നല്ല വെയിലത്ത് തന്നെ സെറ്റ് ചെയ്യാം. ഇനിയുള്ള ഒരു പ്ലാന്റാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. എന്തായാലും മൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തെച്ചിയാണിത്. അതിൻ്റെ ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതൊക്കെ വൃത്തിയാക്കേണ്ട സമയമായി. അങ്ങനെ അതിൻ്റെ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കൂടുതൽ പഴുത്ത ഇലകളൊന്നുമില്ല. ഇത് മറ്റൊരു തെച്ചിയാണ്. കണ്ടില്ലേ, ഇത് മരത്തുമ്മലൊന്നും ഒരു പഴുത്ത ഇല പോലും ഞാൻ ബാക്കി വെക്കാറില്ല. എല്ലാ ഇലകളും നമ്മൾ പൊട്ടിച്ച് വൃത്തിയാക്കി വെക്കാറാണ് പതിവ്. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. നല്ല ഫ്ലവറിങ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്. പക്ഷെ ഇത് ഓവർ വെയിൽ തട്ടാൻ പാടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ലീഫിനൊക്കെ ഒരു ബേണ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. ഇനി ബൊഗൻവില്ലയാണ്. നല്ല കളറാണ് ഈ ബൊഗൻവില്ല. പൂവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചട്ടിയിൽ 3-4 കമ്പുകളായിട്ടാണ് ഞാൻ ബൊഗൻവില്ല കുത്തി കൊടുത്തിട്ടുള്ളത്. അതിൽ യെല്ലോ കളറും കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചെമ്പരത്തിയാണ്. സാധാരണ ചെമ്പരത്തിയാണ്. ഞാൻ അത് ഈ ചട്ടിയിലാണ് വളർത്തിയിട്ടുള്ളത് എന്ന് മാത്രം. ഇനി നമുക്ക് പുതുതായി കിട്ടിയ ഒരു കോളിയോസ് പ്ലാന്റിനെ കാണാം. ഞാൻ കോളിയോസ് പ്ലാന്റ് 2-3 കമ്പുകളായിട്ടൊരു പ്ലാസ്റ്റിക് പോട്ടിൽ നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് അഗ്ലോണിമയാണ്. ഇതും പുതിയ ചെടിയൊക്കെ നട്ടതായിരുന്നു. ഇതുവരെ ബേബീസ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ലീഫിനൊക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പ്ലാന്റ്. അല്ലാതെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായി കണ്ടില്ല. അങ്ങനെ മിണ്ടിയും പറഞ്ഞും ഗാർഡൻ ക്ലീൻ ചെയ്തും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടാൻ മറക്കാതിരിക്കുക. ഇനിയും നല്ല വീഡിയോസുമായി വരുന്നത് വരെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൺലൈൻ സെയിലായി പ്ലാന്റ് വാങ്ങിക്കണം എന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. ഒട്ടുമിക്ക പ്ലാന്റുകളും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്.